إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗത്തിന്റെ അവകാശികളായി കണ്ണടക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉള്ളിൽ സ്ഥലമില്ല എന്ന് കരുതിയിട്ടാണ് ബാക്കിലിരിക്കുന്നതെങ്കിൽ സ്ഥലമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താം. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ പുണ്യ ദിവസങ്ങളുടെ പകുതി നമ്മിൽ നിന്ന് തീർന്നു പോയിരിക്കുകയാണ്. 16ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. ഇതുവരെ നിർവഹിച്ച എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനി കേവലം 13 അല്ലെങ്കിൽ 14 ദിവസമാണ് നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഇതുവരെ നിർവഹിച്ച ആരാധനകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അത്യാവശ്യമാണ്. എൻ്റെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം എവിടെ എത്തി? റമദാൻ കഴിയുമ്പോൾ ഒരു ഖത്തമെങ്കിലും തീർക്കാൻ കഴിയുമോ? സ്വതക്ക എത്ര നിർവഹിച്ചു? എത്ര ആളുകളെ നോമ്പ് തുറപ്പിച്ചു? നോറ്റുപിടിയ നോമ്പിന്റെ വിഷയത്തിൽ എത്ര കണ്ട് ശ്രദ്ധ പുലർത്തി? ഇങ്ങനെ മൊത്തത്തിലൊരു പരിശോധന വളരെ ആവശ്യമാണ്. ആ പരിശോധനയിൽ വല്ല കുറവുകളും സംഭവിച്ചതായി തോന്നുന്നുവെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ഊർജസ്വലരായി ആ ദിവസങ്ങളെ സമ്പന്നമാക്കണമെന്നാണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുവാനുള്ളത്. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് അടുക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുന്നതോടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വളരെ മഹത്തായ ഒരു ഇബാദത്താണ്, സൽക്കർമ്മമാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. സാധാരണ റമദാൻ മാസത്തിൽ മാത്രമാണ് ഇഅ്തികാഫിനെ കുറിച്ചുള്ള ചർച്ചകൾ ചെറുതായിട്ടെങ്കിലും നടക്കുന്നതും ഈ സുന്നത്തിനെ നമ്മൾ നിർവഹിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, ഇപ്പോൾ ഇത് അറിഞ്ഞെങ്കിലെങ്കിൽ ഒരുപക്ഷെ മറ്റു മാസങ്ങളിൽ നമുക്ക് ഈ വിഷയം പഠിക്കാൻ സാധ്യത കുറവാണ് എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അല്പം വിശദമായി സംസാരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഖുതുബ കഴിയുമ്പോൾ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അവസ്ഥകൾ എങ്ങനെയാണ്, അത് ആർക്കാണ്, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് നിർവഹിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു വ്യക്തത ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാഷാപരമായി ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് ലുസൂമു ശൈഇ വഹബ്സു നഫ്സി അലൈഹി എന്നാണ്. അഥവാ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, അതിന്റെ പിന്നാലെ കൂടുക, നമ്മുടെ മനസ്സിനെ ആ കാര്യത്തിലേക്ക് അടുപ്പിക്കുക, മനസ്സിനെ അതിൽ തടഞ്ഞു നിർത്തുക എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. മതപരമായി ഇഅ്തികാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുസൂമുൽ മുസ്ലിമിൽ മുമയ്യിസി മസ്ജിദൻ ലിതാഅത്തില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നോണം, ഒരു ആരാധന എന്നോണം മുസ്ലിമായ മുമയ്യിസായ ഒരു വ്യക്തി പള്ളിയിൽ കഴിഞ്ഞുകൂടുക, പള്ളിയിൽ അല്പം സമയം ചെലവഴിക്കുക എന്നതാണ് ഇഅ്തികാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നിർവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇഅ്തികാഫ് എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ പലരും പ്രവൃത്തി കൊണ്ട് ബോധ്യപ്പെടുത്തുന്നത് പോലെ റമളാൻ മാസത്തിൽ മാത്രം നിർവഹിക്കാനുള്ള ഒരു പുണ്യകർമ്മമല്ല. ഇഅ്തികാഫ് റമളാൻ മാസത്തിൽ മാത്രം പരിമിതമായ ഇബാദത്തല്ല, മറിച്ച് അള്ളാഹുവിന്റെ പള്ളിയിൽ ഏത് സമയത്തും ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ, ഇനി പറയാൻ പോകുന്ന തടസ്സങ്ങൾ ഇല്ലെങ്കിൽ, നിർവഹിക്കാൻ പറ്റുന്ന ഒരു നന്മയാണ് ഇഅ്തികാഫ് എന്നത്. നമ്മളൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ചില സന്ദർഭത്തിൽ പള്ളിയിൽ ചിലപ്പോ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അതിലധികമൊക്കെ ചിലപ്പോ താമസിക്കേണ്ടി വരും, അല്ലെങ്കിൽ കഴിഞ്ഞുകൂടേണ്ടി വരും, നിർബന്ധിതരായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് യാത്രയിലൊക്കെ ആണെങ്കിൽ. ആ അവസരത്തിൽ എനിക്ക് ഈ പള്ളിയിൽ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന അത്രയും സമയം ഇഅ്തികാഫ് ഞാൻ റബ്ബിന് വേണ്ടിയിരിക്കുന്നു എന്നൊരു നിയ്യത്ത് വന്നാൽ അതിന്റെ കൂലി നമുക്ക് ലഭിക്കും. വെറുതെ ഇരുന്ന് മൊബൈൽ നെക്കി സമയം കളയുന്നതിന് പകരം ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്നൊരു നിയ്യത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ വലിയ കൂലി കിട്ടുമെന്നാണ്. റമളാൻ മാസത്തിൽ അല്ലാതെയും ഇത്തരം സുന്നത്തുകളെ നടപ്പിലാക്കുമ്പോൾ അള്ളാഹുവിനത് വല്ലാത്ത ഇഷ്ടമാവുകയും ആ സുന്നത്തിനെ ജീവിപ്പിച്ചതിന്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹുക്മുഹു, അതിന്റെ വിധി എന്താണ്? ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത് നിർബന്ധമല്ല, അത് സുന്നത്തായ കാര്യമാണ്. ചെയ്താൽ വളരെ പ്രതിഫലാർഹമായതും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതും. കാരണം അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ഇടമാണ് പള്ളി എന്ന് പറഞ്ഞാൽ. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് നമ്മൾ ഇരിക്കുന്ന പള്ളി. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. എന്നാൽ ഇന്ന് ആളുകളെ നോക്കിയാൽ, യുവാക്കളെ നോക്കിയാൽ, പിന്നെ റമളാൻ മാസത്തിൽ പോലും കൂടുതൽ പള്ളികളിൽ വരുന്നതിനേക്കാൾ അങ്ങാടികളിലാണ് സമയം കഴിച്ചു കൂട്ടുന്നത്. അവരുടെ ഇഅ്തികാഫൊക്കെയും അങ്ങാടികളിലാണ്. നമസ്കാര വേളകളിൽ വരെ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വരെ അങ്ങാടികളിൽ ഇരുന്ന് ചായ കുടിച്ച് വർത്താനം പറഞ്ഞ് ഒരുപാട് നേരം പോക്കുന്ന, അങ്ങാടികളിൽ ഇഅ്തികാഫ് നിർവഹിക്കുന്ന ചെറുപ്പക്കാരെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് സഹോദരന്മാരെ, സുന്നത്തായ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമെന്ന് പറഞ്ഞ ഈ പള്ളിയിൽ നിർവഹിക്കാൻ പറ്റുന്ന ഒരു
പുണ്യകർമ്മമാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇഅ്തികാഫ് ഇരുന്ന അതിന് പ്രേരണ നൽകിയ നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ റമളാനിന്റെ അവസാനത്തെ 10-ൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്നാണ്. വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ശവ്വാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. റമളാൻ മാസത്തിൽ മാത്രമല്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ റമളാൻ മാസത്തിലാണ് ഇഅ്തികാഫ് ഇരിക്കൽ ഏറ്റവും പുണ്യകരമായിട്ടുള്ളത്. കാരണം നമുക്കറിയാവുന്നത് പോലെ ഏത് കർമ്മവും റമളാനിൽ ചെയ്യലാണ് കൂടുതൽ അഫ്ളൽ എന്ന നിലക്ക് റമളാനിലാണ്. അതിൽ തന്നെയും അവസാനത്തെ 10-ലാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത് ഏറ്റവും പ്രബലമായ സുന്നത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇഅ്തികാഫിന്റെ ശുറൂത്തുകൾ, നിബന്ധനകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഅ്തികാഫിന്റെ ഷർത്തായി പണ്ഡിതന്മാർ പറയുന്ന ഒന്നാമത്തെ കാര്യം അൻ യകൂനൽ മുഅ്തകിഫു മുസ്ലിമൻ മുമയ്യിസൻ ആഖിലൻ, മുസ്ലിം ആയിരിക്കണം, മുമയ്യിസ് ആയിരിക്കണം. മുമയ്യിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായിട്ടുണ്ടാവൂല, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന, ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന വകതിരിവുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികൾ. ചിലപ്പോൾ 6 വയസ്സിലെത്തുമ്പോൾ തന്നെ അത് ഉണ്ടാവും, ചിലപ്പോൾ 5 വയസ്സിലുണ്ടാവും, ചിലപ്പോൾ 7 വയസ്സിലായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്കും ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. എന്നാൽ ഫലാ യസിഹുൽ ഇഅ്തികാഫ് മിനൽ കാഫിർ, ഒരു കാഫിറായ മനുഷ്യൻ റമളാനിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ ഇരുന്നാൽ അയാൾക്ക് അതിന്റെ കൂലി കിട്ടൂല, അയാളുടെ ഇഅ്തികാഫ് ശരിയാവില്ല. പക്ഷെ പള്ളിയിൽ ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇരിക്കുന്നതിന് വിരോധമൊന്നുമില്ല, അയാളെ ആട്ടിപ്പായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അയാൾ ഇരുന്നിട്ട് നമ്മുടെയൊക്കെ ആരാധന കണ്ട് ഒരു പക്ഷെ മുസ്ലിം ആവുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ കാഫിറുകളെ കെട്ടിയിട്ട സംഭവം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവരുടെ ഈ ഇബാദത്ത് സ്വീകരിക്കുകയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു ഷർത്ത് എന്ന് പറയുന്നത് അന്നിയ്യ, നിയ്യത്താണ്. നിയ്യത്ത് ഏതൊരു കാര്യത്തിനും ഷർത്താണ്, നമുക്കറിയാം. നിയ്യത്തില്ലെങ്കിൽ കർമ്മമില്ല. അപ്പൊ ഇഅ്തികാഫിന്റെ നിയ്യത്ത് എങ്ങനെയാണ്? ചില പള്ളിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും എഴുതിയിട്ട്, നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഈ പള്ളിയിൽ ഞാൻ ഇതാ ഇഅ്തികാഫ് നിയ്യത്താക്കിയിരിക്കുന്നു. ഇഅ്തികാഫ് നിയ്യത്താക്കിയിരിക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ അതിനെ പറഞ്ഞ് ഇങ്ങനെ ചൊല്ലി പറയുന്ന അവസ്ഥയാണ് കാണുന്നത്. അതിന്റെ ആവശ്യമില്ല. നിയ്യത്ത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. നോമ്പിന്റെ നിയ്യത്താണെങ്കിലും ഇഅ്തികാഫിൻ്റെതാണെങ്കിലും നിസ്കാരത്തിന്റെ ആണെങ്കിലും ഇങ്ങനെ ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. അതിന്റെ ബന്ധം ഹൃദയവുമായിട്ടാണ്. കരുതൽ എന്നാണ് നിയ്യത്തിന്റെ ഭാഷാർത്ഥം. അപ്പൊ നമ്മൾ കരുതുക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ചൊല്ലുക എന്നല്ല, മറിച്ച് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പൊ മനസ്സിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു ചിന്ത ഉണ്ടായാൽ മതി മനസ്സിൽ, പഠിച്ചവന് വേണ്ടിയിട്ട് ഒരു അല്പനേരം ഞാൻ അള്ളാന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ് എന്നൊരു ഉദ്ദേശ്യം വന്നാൽ തന്നെ അയാളുടെ നിയ്യത്ത് പൂർണ്ണമായി എന്നതാണ്. അതാണ് രണ്ടാമത്തെ ഒരു ഷർത്തായി പണ്ഡിതന്മാർ പറയുന്നത്. മൂന്നാമത്തെ കാര്യം അൻ യകൂനൽ ഇഅ്തികാഫു ഫി മസ്ജിദ്, ഇഅ്തികാഫ് പള്ളിയിലാവണം. ടെന്റ് കെട്ടിയിട്ട് അവിടെ ഇഅ്തികാഫ് ഇരുന്നാൽ നടക്കൂല. കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, പള്ളി ദൂരെയാണ്, നമ്മൾ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒരു ടെന്റ് കെട്ടി ഇഅ്തികാഫ് ഇരിക്കാം എന്ന് തീരുമാനിച്ചാൽ അത് നടക്കൂല, ഇഅ്തികാഫിന്റെ കൂലി കിട്ടൂല. ഇഅ്തികാഫ് ആണെങ്കിൽ പള്ളി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഇടമാവണം എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഭാര്യമാരെ സമീപിക്കരുത് എന്ന് പറഞ്ഞു. പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് എന്നാ പറഞ്ഞത്. പള്ളിയാവണം എന്നത് മൂന്നാമത്തെ അതിന്റെ ഷർത്തമാണ്, നിബന്ധനയാണ്. നാലാമത്തെ ഒരു ഇഅ്തികാഫിന്റെ നിബന്ധന അൻ യകൂനൽ മസ്ജിദുൽ ലദീ യുഅ്തഖഫു ഫീഹി തുഖാമു ഫീഹി സ്വലാത്തുൽ ജമാഅ, ജമാഅത്ത് നിസ്കാരം നടക്കുന്ന പള്ളിയാവണമെന്നാണ്. ജമാഅത്തുകൾ നടക്കാത്ത ചെറിയ രൂപത്തിലുള്ള ഒറ്റപ്പെട്ട് ഇങ്ങനെ നിസ്കരിച്ച് പോകാൻ പറ്റുന്ന പള്ളികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലത്തുണ്ട്. അവിടെ ഇഅ്തികാഫ് പറ്റൂല എന്നാണ്. ജമാഅത്ത് നിസ്കാരത്തിന് പറ്റുന്ന പള്ളിയാവണമെന്നാണ്. കാരണം അങ്ങനെ ഷർത്ത് വെക്കാൻ കാരണം 5 നേരം ഓരോ ദിവസം നിസ്കരിക്കാനുണ്ടാവും. അപ്പൊ ഇഅ്തികാഫ് ഇരുന്ന പിന്നെ വെറുതെ ഇങ്ങനെ വീണ്ടും വീണ്ടും പള്ളിയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് ഇഅ്തികാഫിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നില്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി പുറത്തേക്ക് വേറെ പോകേണ്ടി വരും. അപ്പൊ ഇഅ്തികാഫിന്റെ ആ ഒരു മഹത്വം നഷ്ടപ്പെടും. എന്നതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ തന്നെ ജമാഅത്ത് നടക്കുമ്പോൾ കൂടാൻ പറ്റണം എന്ന നിലക്ക് ജമാഅത്ത് നടക്കുന്ന പള്ളിയാവണം എന്നതാണ്
പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എന്നാൽ ജുമാ നടക്കുന്ന പള്ളിയാകണമെന്ന് നിർബന്ധമില്ല. ആയാൽ ഏറ്റവും ഹൈർ. ജുമായും അതേ പള്ളിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് നിർബന്ധമല്ല. കാരണം ആഴ്ചയിൽ ഒരിക്കൽ വരുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ജുമാ കഴിഞ്ഞിട്ട് തിരിച്ചെത്താൻ പറ്റും, വലിയ തടസ്സം ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ ജുമാ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ജുമാ എന്ന് പറഞ്ഞാൽ ജുമാക്ക് വേറെ പോണോ, അല്ലാണ്ട് ആ പള്ളിയിൽ ജുമാ ദിവസം കഴിച്ചു കൂട്ടണമെന്നല്ല. ആ പള്ളിയിൽ ജുമാ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ജമാഅത്തുകൾ 5 നേരം ജമാഅത്ത് നടക്കുന്ന പള്ളി ആയിരിക്കണം ഇഅ്തികാഫ് ഇരിക്കാനുണ്ടാവേണ്ടത് എന്നാണ് 4ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറയുന്നത്. 5ാമത്തെ ഒരു ഷർത്തായി പറയുന്നത് അത്ത്വഹാറത്തു മിനൽ ഹദസിൽ അക്ബർ, വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഫലാ യസിഹു ഇഅ്തികാഫുൽ ജുനൂബ്, ജനാബത്തുള്ള അവസ്ഥയിൽ നമുക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റൂല. ഒരാൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് ഒരല്പം ഉറങ്ങി, സ്വപ്നസ്ഖലനം ജനാബത്തായി, പെട്ടെന്ന് തന്നെ അയാൾ പള്ളിയിൽ നിന്ന് പോകണം. പോയിട്ട് വൃത്തിയായിട്ട് ശുദ്ധിയായിട്ടാണ് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എന്നാണ്. കാരണം ജനാബത്തിന്റെ അവസ്ഥയിൽ പള്ളിയിൽ കഴിച്ചു കൂട്ടാൻ പാടില്ല, ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല എന്നതാണ്. അതേപോലെ സ്ത്രീകൾക്കാണെങ്കിൽ വലൽ ഹായിൽ, ഹൈലുള്ള സമയത്ത് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റൂല, പള്ളിയിലേക്ക് വരാൻ പറ്റൂല. വലൻ നുഫസ, നിഫാസ് രക്തമുള്ള സ്ത്രീകൾക്കും പള്ളിയിലേക്ക് വരാൻ പറ്റൂല. ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഇത്തരം സംഗതി ഉണ്ടായാൽ ഈ പറഞ്ഞ പോലെ അവർ പോയി വൃത്തിയായി ശുദ്ധിയായിട്ടാണ് തിരിച്ചു വന്നിട്ടാണ് ആ ബാക്കി ഇഅ്തികാഫ് അവർ പൂർത്തീകരിക്കേണ്ടത് എന്നർത്ഥം. ഇതാണ് 5ാമത്തെ ഒരു ഷർത്ത്. ഇങ്ങനെ 5 ഷർത്തുകളാണ് ഇഅ്തികാഫിന് പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ഇഅ്തികാഫിന്റെ സമയം എത്രയാണ്? ചുരുങ്ങിയത് എത്ര സമയം ഈ നിയത്തോടെ പള്ളിയിൽ ഇരുന്നാലാണ് ഇഅ്തികാഫ് എന്നൊരു കൂലി കിട്ടുക എന്ന വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്ര സമയമേ ഉള്ളൂ, ഇത്ര സമയം മുതൽ ഇത്ര സമയം ചുരുങ്ങിയതാവണം എന്നൊരു നിബന്ധനയൊന്നും ഇല്ല. ആ നിലക്ക് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് ഒരാൾക്ക് ഒരു 5 മിനിറ്റ് ആണ് ഇപ്പൊ ഇരിക്കാൻ പറ്റുക, അയാൾ വെറുതെ ഇരിക്കുകയാണ്, ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പൊ അയാൾക്ക് ഇപ്പൊ 5 മിനിറ്റ് ഇരിക്കാലോ എന്ന നിലയ്ക്ക് ആൾക്ക് 5 മിനിറ്റ് ഇഅ്തികാഫ് ഇരിക്കുക, പ്രശ്നമില്ല. 5 മിനിറ്റിന്റെ കൂലി കിട്ടും. ഇനി 1 മണിക്കൂറാണെങ്കിൽ അതിന്റെ കൂലി കിട്ടും, ഒരു ദിവസമാണെങ്കിൽ അതിന്റെ കൂലി കിട്ടും. അപ്പൊ ചുരുങ്ങിയത് ഇത്ര ആവണം എന്നൊരു നിബന്ധനയില്ല. പരമാവധി കൂടുതൽ സമയം കഴിച്ചു കൂട്ടലാണ് ഏറ്റവും ഉത്തമം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഇഅ്തികാഫിനെ കുറിച്ച് പറയപ്പെടുന്നത് ഒരു ദിവസത്തിൽ അവരുടെ ഇഅ്തികാഫ് കുറയുമായിരുന്നില്ല എന്നാണ്. സ്വഹാബത്ത് ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും ഇരിക്കുന്നതാണ്. അപ്പൊ അതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം. അതിന്റെ അർത്ഥം അത്രയും പാടുള്ളൂ, അതിന് കുറവ് പാടില്ല എന്നല്ല, ഏറ്റവും നല്ലതാണ്. പറ്റുന്നവർക്ക് ചുരുങ്ങിയത് ഒരു ദിവസം മൊത്തത്തിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നതാണ്. ഏതായാലും പറ്റുന്നവരെല്ലാം ചുരുങ്ങിയത് ഒരു ദിവസം മൊത്തത്തിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ അധികവും പ്രത്യേകിച്ചും പുരുഷന്മാരൊക്കെ രാത്രി സമയത്താണ് ഇഅ്തികാഫ് ഇരിക്കുക. രാവിലെ ഒരു ജോലിയൊക്കെ ഉണ്ടാവും, മറ്റു തിരക്കൊക്കെ ഉണ്ടാവും, പോകുന്നുണ്ട്, അത് പ്രശ്നമൊന്നുമില്ല. ഇഅ്തികാഫ് രാത്രി ഇരുന്നത്ര സമയം കൂലി കിട്ടും, അതിൽ സംശയമൊന്നുമില്ല, ബേജാറൊന്നുമില്ല. പക്ഷെ പറ്റുന്നവര് അതൊക്കെ ഒഴിവാക്കിയിട്ട് പറ്റുന്ന പരമാവധി ദിവസങ്ങളിൽ പൂർണ്ണമായും 24 മണിക്കൂറും പള്ളിയിൽ ഇരിക്കലാണ് പ്രവാചകന്റെ ഏറ്റവും സുന്ദരമായ മാതൃകയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പറ്റുന്നവർ ആ രൂപത്തിൽ തന്നെ ശ്രദ്ധിക്കണം എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം, വെറുതെ ഇങ്ങനെ കുറെ ഉറങ്ങി, കുറെ മൊബൈൽ നോക്കി, വർത്താനം പറഞ്ഞ്, പിന്നെയും ഉറങ്ങി, പിന്നെ എന്തെങ്കിലും കഴിച്ച്, പിന്നെ പോയി, ഇങ്ങനെയല്ല. മറിച്ച് ഇഅ്തികാഫ് ഇരിക്കുന്നത് എന്തിനാണ്? മറ്റുള്ള ആളുകളിൽ നിന്നെല്ലാം ബന്ധം ഒന്ന് മുറിച്ച് വേറിട്ട് നിന്നുകൊണ്ട് സ്വന്തമായി വളരെ സ്വസ്ഥമായി അള്ളാഹുവിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കാൻ വേണ്ടിയാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല എന്നാണ്. അത് ഇഅ്തികാഫിന്റെ കൂലിയെ നഷ്ടപ്പെടും. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, പള്ളിയിലാണെങ്കിൽ പറ്റുന്നവർക്ക് ഒരു പ്രത്യേക സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാം. അവിടെ ഒറ്റക്കിരുന്ന് ഏകാന്തമായിട്ട് ആരാധനക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്ഥലം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത്, മറ്റുള്ളവർക്ക് ശല്യമാകാത്ത വിധം അങ്ങനെ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനും കുഴപ്പമില്ല. കാരണം അവിടെയൊക്കെ ഏകാന്തമായിട്ട് ഒറ്റക്ക് ആ ഒരു സാന്നിധ്യത്തോടു കൂടി ഇബാദത്ത് ചെയ്യാൻ പറ്റണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലക്കായിരിക്കണം ഇഅ്തികാഫ്. പലപ്പോഴും നാട്ടിലൊക്കെ സംഭവിക്കുന്നത് ഈ പറഞ്ഞാല് ഇങ്ങനെ വന്നിട്ട് ഇഅ്തികാഫ് ഇരിക്കും, കടന്നുറങ്ങും, കുറച്ച് ഖുർആൻ ഓതും, പിന്നെ വർത്താനം പറയും. അതിനേക്കാളും നല്ലത് പൂർണ്ണമായും ആരാധനകളിൽ മുഴുകുക എന്നാണ്. കുറച്ചു നേരം ഓതുക, കുറച്ചു നേരം ദുആ ചെയ്യുക, കുറച്ചു നേരം ദിക്റുകൾ എടുക്കുക, അതുപോലെ തന്നെ നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കുകയാണ് ഇഅ്തികാഫിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അതേ അവസരത്തിൽ പണ്ഡിതന്മാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്,
ഈത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് അനുവദനീയമായ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് അത്യാവശ്യത്തിന് പള്ളിയിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത്. അത്യാവശ്യം എന്ന് പറയുമ്പോൾ മലമൂത്ര വിസർജനത്തിന് പോകേണ്ടി വരും, അതിന് കുഴപ്പമില്ല, ഈത്തിക്കാഫിനെ ബാധിക്കൂല. പക്ഷെ മലമൂത്ര വിസർജനത്തിന്റെ പേര് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി, മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തുനിന്ന് ഒരാളെ കണ്ടു, വെറുതെ കുറേ നേരം 1 മണിക്കൂർ സംസാരിച്ചു, എന്നിട്ട് പള്ളിയിൽ കയറി പോയതെന്നില്ല മലമൂത്ര വിസർജനം നടത്താൻ. അത് ശരിയല്ല, അത് ഈത്തിക്കാഫിനെ ബാധിക്കും. അതേ അവസരത്തിൽ ഇതിനു വേണ്ടി പോയി പുറത്തേക്ക് വരുമ്പോൾ ഒരാളെ കണ്ടു, നിർബന്ധമായിട്ടും ഒരു 10 മിനിറ്റ് സംസാരിക്കേണ്ട സാഹചര്യം വന്നു. നിർബന്ധമാണ് അവിടെ സംസാരിക്കുക, അത്യാവശ്യമാണ്. ആ സമയത്ത് പ്രശ്നമില്ല, വെറുതെ സംസാരിക്കുക, അനാവശ്യമായിട്ട് ആവശ്യമില്ലാണ്ട് വെറുതെ സമയം കൊല്ല, ഇതാണ് പ്രശ്നം. ആവശ്യത്തിന് സംസാരിക്കുന്നതിനൊന്നും വിരോധമില്ല. അതേപോലെ ഈത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഉമ്മാന്റെ കോൾ വന്നു, ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് വരണം, കടയിൽ പോകാണ്ട്. ഞാൻ ഈത്തിക്കാഫ് ഇരിക്കണം, എനിക്ക് പറ്റൂല, ഞാനിവിടെ പള്ളിയിലില്ല, എന്നെ വിളിക്കാൻ പറ്റൂല എന്ന് പറയരുത്. പോണമെന്നാണ്, നിർബന്ധമായിട്ട് പോകണം, പോയിട്ട് വരണം. അത് അവന്റെ ഈത്തിക്കാഫിനെ ബാധിക്കൂല, കൂലി പൂർണ്ണമായിട്ട് തന്നെ കിട്ടും. കാരണം അത് നിർബന്ധമാണ്. പോകൽ ഇതിനേക്കാളും നിർബന്ധമാണ്. ഈത്തിക്കാഫ് സുന്നത്താണ്, ഉമ്മനനുസരിക്കൽ നിർബന്ധമാണ്, ഉപ്പനനുസരിക്കൽ നിർബന്ധമാണ്. അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണ്, അവൾ ഈത്തിക്കാഫ് ഇരുന്നു, ഭർത്താവ് ഇരുന്നിട്ടില്ല, ഭർത്താവ് വീട്ടിൽ നിന്ന് വിളിക്കാണ്, അത്യാവശ്യമായിട്ട് നീ ഒന്ന് വരണം, ഇതിനൊന്ന് കാണണം, കുറച്ച് കാര്യം പറയാണ്ട്. ആ പെണ്ണ് നിർബന്ധമായിട്ട് പോകണമെന്നാണ്. ഭർത്താവ് വിളിച്ചാൽ നിർബന്ധമായിട്ട് പോകണം. വേണമെങ്കിൽ റിക്വസ്റ്റ് ആക്കാം, സ്നേഹത്തോടെ പറയാം, നിർബന്ധമുണ്ടോ, ഞാൻ പള്ളിയിലല്ലേ എന്ന് മാന്യമായിട്ട് ചോദിക്കുന്നതിന് വിരോധമൊന്നുമില്ല, ചിലപ്പോൾ സമ്മതം തരും, നല്ലത് തന്നെയാണ്. പക്ഷെ എതിർത്തുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഭർത്താവിനനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, ഇത് സുന്നത്താണ്. നിർബന്ധം ഒഴിവാക്കിയിട്ടുള്ള ഒരു സുന്നത്ത് ഇസ്ലാമിലില്ല എന്നർത്ഥം. ഇങ്ങനെ ആവശ്യത്തിനൊക്കെ പോകുന്നതാണ്. അതേപോലെ ഇനിയിപ്പോ ഉമ്മയല്ല, ഭർത്താവല്ല, കുടുംബത്തിൽ ഒരാളെ വിളിച്ചു, ഒരു അത്യാവശ്യത്തിന് ഒരു കാര്യം, ഒരു പ്രശ്നം നടക്കുന്നുണ്ട് കുടുംബത്തിൽ, ഒന്ന് ഇടപെടണം, കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി വിളിച്ചു, അതിന് പോകുന്നതിന് പ്രശ്നമില്ല. ചുരുക്കി പറഞ്ഞാൽ ആവശ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യത്തിനെല്ലാം പള്ളിയിൽ നിന്ന് പോയിട്ട് ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ പള്ളിയിലേക്ക് വരാം. അതിനൊരല്പം സമയം ദീർഘിച്ചാലും പ്രശ്നമില്ല എന്നാണ്. ഈത്തിക്കാഫിന്റെ കൂലി കിട്ടും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് ഈത്തിക്കാഫിനെ ബാധിക്കൂല എന്നർത്ഥം, നഷ്ടപ്പെടുത്തൂല എന്നർത്ഥം, ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ ഈത്തിക്കാഫിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഈത്തിക്കാഫ് എന്ത് ചെയ്യുമ്പോഴാണ് മുറിഞ്ഞു പോവുക എന്നുള്ളതാണ്. അതിൽ പറയുന്ന ഒന്നാമത്തെ ഒരു കാര്യം, അൽ ഖുറൂജ് മിനൽ മസ്ജിദ് ലിഗൈരി ഹാജ അംദൻ, മനഃപൂർവ്വം ഒരാവശ്യമില്ലാണ്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഒരാൾ ഒരു 5 മിനിറ്റ് പള്ളിയിൽ നിന്ന്, അല്ല 1 മിനിറ്റ് ആവശ്യമില്ലാതെ വെറുതെ, ഉദാഹരണത്തിന് ഒരു കളി നടക്കാണ് പുറത്ത്, അത് ആവശ്യമില്ലാത്തതാണ്, അനാവശ്യമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഈത്തിക്കാഫ് ഇരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തു പോയി, അയാൾ ഈത്തിക്കാഫ് മുറിഞ്ഞു പോയി എന്നാണ്. പിന്നെന്താ ചെയ്യാ? വീട്ടിൽ പോകാന്നല്ല, പിന്നെ ഈത്തിക്കാഫ് ഇരിക്കാം. അതുവരെയും ചെയ്തത് ആ കണ്ടിന്യൂസ് എന്ന് പറയുന്ന അവസ്ഥ മുറിഞ്ഞു പോയി എന്നർത്ഥം. അതിന്റെ ബാക്കി പിന്നെ ചെയ്താലേ പൂർണ്ണമായിട്ട് പിന്നെ ഈത്തിക്കാഫ് ഇരിക്കാൻ പറ്റൂല എന്നല്ല അർത്ഥം. മറിച്ച് ആ നിരന്തര തുടർച്ചയായിട്ട് ചെയ്യുന്നതിന് ഒരു തടസ്സം വരും, അതോടെ ബാത്തില്ല. പിന്നെ ആദ്യം മുതൽ ഒന്നും കൂടി നിയത്ത് വെച്ച് ഈത്തിക്കാഫ് ഇരിക്കണമെന്നാണ്. അപ്പൊ അനാവശ്യമായ ഒരു കാര്യത്തിനും പോകാൻ പാടില്ല എന്നതാണ്. ഇനി ഒരാൾക്ക് ഭക്ഷണം പള്ളിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഇല്ല, വീട്ടിൽ തന്നെ പോയിട്ട് കഴിക്കണം, കുറച്ചൊരു 5 മിനിറ്റ് ദൂരെയാണ് വീട്, അയാൾക്ക് പോയി ഭക്ഷണം കഴിച്ചു വരുന്നതിന് പ്രശ്നമില്ല എന്നാണ്. അത് ആവശ്യമാണ്, അത് അനാവശ്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യമായി പറയുന്ന എല്ലാത്തിനും പറ്റും. അനാവശ്യമാണെങ്കിൽ അതോടുകൂടി അവന്റെ ഈത്തിക്കാഫ് മുറിഞ്ഞു പോകുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ജിമാഅൻ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ്. ഭാര്യയെ ചുംബിക്കുന്നതിന് പ്രശ്നമില്ല, ആ രൂപത്തിൽ ജിമാ അല്ലാത്ത കാര്യങ്ങളൊക്കെ പറ്റും. ബന്ധപ്പെടുക എന്നതാണ് ഈത്തിക്കാഫിനെ മുറിക്കുന്ന കാര്യം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിപ്പോ പള്ളിയിലിരിക്കുമ്പോൾ പിന്നെ ഇത് ഉണ്ടാവില്ലല്ലോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരും. പള്ളിയിലല്ലേ, പിന്നെ അങ്ങനെ ഈ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം വരെ ചിലപ്പോൾ വരും. ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി അത്യാവശ്യത്തിന് വീട്ടിൽ പോയി, ആവശ്യത്തിന് പോയി, ചിലപ്പോൾ സംഭവിച്ചു, അവിടെ ഈത്തിക്കാഫ് മുറിയുന്ന അർത്ഥം. ഒരു അത്യാവശ്യത്തിന് പോയതാണ്, അവിടെ സംഭവിച്ചു, ഇത് മുറിയുന്ന അർത്ഥം. അങ്ങനെയൊക്കെ സംഭവിക്കാം ഒരു പക്ഷെ. ഏതായാലും ജിമാ ചെയ്താൽ ഈത്തിക്കാഫ് ബാത്തിലാകും എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഭാര്യമാരെ സമീപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നർത്ഥം. മൂന്നാമത്തെ ഒരു നിബന്ധനയായി ഈത്തിക്കാഫിനെ ബാത്തിലാക്കുന്ന കാര്യം ദഹാബുൽ അഖ്ൽ എന്നാണ്. ബുദ്ധി നീങ്ങിപ്പോയി. ഒരാൾ ഈത്തിക്കാഫ് ഇങ്ങനെ ഇരിക്കായിരുന്നു പള്ളിയിൽ, പെട്ടെന്ന് അയാൾക്ക് ഭ്രാന്ത് ബാധിച്ചു, അല്ലെങ്കിൽ ബുദ്ധി നീങ്ങിപ്പോയി. അങ്ങനെ ബുദ്ധി നീങ്ങിപ്പോയാൽ ആ മനുഷ്യന്റെ ഈത്തിക്കാഫ് എന്താവും? മുറിഞ്ഞു പോകും. പിന്നെ ബുദ്ധി തിരിച്ചു വരുമ്പോക്ക് ഈത്തിക്കാഫ് ഇരുന്നാൽ മതി. പിന്നെ ബുദ്ധി പോയിട്ട് പിന്നെ പള്ളിയിൽ ഇരുത്തേണ്ട ആവശ്യമില്ല, വീട്ടിൽ കൊണ്ടുപോകാം, ആവശ്യമുള്ളിടത്തേക്ക് കൊണ്ടുപോകാം.
അത് ഈത്തിക്കാഫ് ഇരുന്നല്ലേ, അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ആളുടെ ഈത്തിക്കാഫ് മുറിഞ്ഞു പോകും. അതുവരെയും ചെയ്തതിന്റെ കൂലി കിട്ടും. പിന്നെ ബുദ്ധി തിരിച്ചു വന്നാൽ ഈത്തിക്കാഫ് ഇരുന്നാൽ മതി എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നാലാമത്തൊരു അതിനെ ബാത്തിലാക്കുന്ന കാര്യം അൽ ഹൈദ് വൻ നിഫാസ്, സ്ത്രീകൾക്കുള്ളതാണ്. ഹൈദ് നിഫാസ് ഉണ്ടായി, നേരത്തെ പറഞ്ഞു, ഈത്തിക്കാഫ് മുറിഞ്ഞു പോകും. ഈത്തിക്കാഫ് ഇരിക്കുന്ന അവസ്ഥയിൽ ഹൈൽ ഉണ്ടായി, നിഫാസ് ഉണ്ടായി, ഈത്തിക്കാഫ് മുറിഞ്ഞു പോകും. പിന്നെ അവർ ശുദ്ധിയായതിന് ശേഷമാണ് പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കേണ്ടത് എന്നാണ്. അഞ്ചാമത്തൊരു നിബന്ധനയായി പണ്ഡിതന്മാർ പറയുന്നത്, അതിനെ ബാത്തിലാക്കുന്ന കാര്യമായി പറയുന്നത് അരിദ്ദ എന്നാണ്. റിദ്ദ എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതാണ്, മതത്തിൽ നിന്ന് പുറത്തു പോവാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഉണ്ടാവൂല, ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാൽ അവന്റെ ഈത്തിക്കാഫിന് സംശയമില്ല, ബാത്തിലായി പോകും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് മതവിധികളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈത്തിക്കാഫിനെ കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈത്തിക്കാഫ് ഇരിക്കേണ്ടത്. ഏതായാലും നമുക്ക് റമദാനിൽ പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സൽക്കർമ്മമാണ് ഓരോരുത്തരും എന്ത് ചെയ്യുക, അവരുടെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായി 10 ദിവസം ഇരിക്കാൻ പറ്റുന്നവരങ്ങനെ, ഇനി ഭാഗികമായിട്ടാണെങ്കിൽ രാത്രി മാത്രമാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ പറ്റുന്നത്. ഇനി പൂർണ്ണമായിട്ട് 5 ദിവസം പൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റും, 5 ദിവസം ഇരിക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ പറ്റുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും, ഒരല്പസമയമെങ്കിലും ഈ ഈത്തിക്കാഫ് നിർവഹിച്ചുകൊണ്ട് ഈ സുന്നത്തിനെ സ്വീകരിക്കാൻ, ഇത് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. റമദാനിൽ ബാക്കി കുറെ നന്മകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു സുന്നത്തിനെ എനിക്കത് കിട്ടണം എന്ന നല്ല ഉദ്ദേശത്തിൽ നടപ്പിലാക്കാൻ പരമാവധി ശ്രദ്ധിക്കണം എന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈത്തിക്കാഫുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. റമദാനിന്റെ അവസാനത്തെ 10 ഈത്തിക്കാഫ് പ്രത്യേകമായ ഒരു പുണ്യമായി മാറാനുള്ള ഒരു പ്രധാന കാരണം, ആ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള ദിവസം രാത്രി കടന്നു വരുന്നു എന്നതുകൊണ്ടാണ്. അതും പ്രതീക്ഷിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തിക്കാഫ് അവസാനത്തെ 10 ഇരുന്നത് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഇത്രയും പുണ്യമേറിയ ആ രാത്രി നമ്മിൽ പല ആളുകളും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്താറുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ നല്ല ഒരു ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത്, നാട്ടിൽ പല ആളുകളും കേവലം 27ാമത്തെ ദിവസത്തിൽ മാത്രം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ബാക്കി 21 മുതൽ 26 ദിവസം ഒന്നും ഉണ്ടാവൂല, പള്ളിയിൽ വരൂല, ഈത്തിക്കാഫ് ഇരിക്കൂല. 27ാമത്തെ രാത്രി മാത്രം പള്ളിയിൽ വന്ന് ഒരുപാട് ആരാധനകൾ നിർവഹിച്ചു, മറ്റുള്ള എല്ലാ നന്മകളും ചെയ്തു, പ്രാർത്ഥിച്ചു, ഒക്കെ ചെയ്തു. പിന്നെ 28, 29 ദിവസങ്ങളിൽ പള്ളിയിലില്ല. കേവലം 27ാമത്തെ ദിവസത്തിൽ മാത്രം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് കാര്യങ്ങൾ ചെയ്ത് മടങ്ങി പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊരു പ്രവാചക സുന്നത്തിൽ സ്ഥിരപ്പെട്ട, പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റുന്ന 27-നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയാൻ പറ്റുന്ന നിലക്ക് നമുക്ക് ഹദീസുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നില്ല. മറിച്ച് ആ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10-ലാണെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെയും ഒറ്റയിട്ട ദിവസങ്ങളിലാണ് 21, 23, 25, 27, 29 ഇങ്ങനെ ഒറ്റയിട്ട രാത്രികളിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 27-നാണ് എന്നും ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായിട്ടുള്ളത് ആ ഒറ്റയിട്ട രാത്രികളിലെങ്കിലും പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പറ്റുന്നവർ അവസാനത്തെ 10 മുഴുവനും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അതിൽ തന്നെ ഒറ്റയിട്ട രാത്രികളാണ്. 27 മാത്രമല്ല ഒറ്റയിട്ട രാത്രി, 21-നാവാം,
23-നാവാം, 25-നാവാം, 27-നുമാവാം, 29-നുമാവാം. അപ്പൊ 27 മാത്രം പരിമിതപ്പെടുത്തിയ ചിലപ്പോൾ 25 കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു. ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവനക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കേവലം അത്തരം ഒരു ദിവസത്തിൽ പരിമിതപ്പെടുത്താതെ പരമാവധി ഈ ഒറ്റ ദിവസങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുക. അതിനേക്കാൾ നല്ലത് അവസാനത്തെ 10 മുഴുവനും ഈ രൂപത്തിൽ ലൈലത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈത്തിക്കാഫ് ഇരിക്കുന്നതാണ് പ്രവാചകന്റെ അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ സുന്നത്തായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും റമദാനിന്റെ പുണ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു പുണ്യം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. റമദാനിലും പള്ളിയിൽ വരാൻ കഴിയാതെ പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്ന ആളുകളുണ്ട്, രോഗികളുണ്ട്. അള്ളാഹു അവരുടെ രോഗത്തിന് പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ നിയ്യത്തിന് അള്ളാഹു അവരുടെ ഇഖ്ലാസിന് പ്രതിഫലം രേഖപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു ആ കടം ഹലാലായ മാർഗത്തിൽ അവർക്ക് തിരിച്ചു വിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലൂടെ നോമ്പെടുത്ത് നന്മകൾ ചെയ്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ നാളെ സ്വർഗം നേടുന്ന ആ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ കലക്ഷന്റെ കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കലക്ഷൻ. കേവലം റമദാൻ മാസത്തിൽ മാത്രമാണ് നമ്മുടെ ഈ പള്ളിയുടെ കലക്ഷൻ നടക്കുന്നത്. വേറെ ഒരു സമയത്തും നടക്കുന്നില്ല. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ സൗകര്യത്തോടു കൂടി വളരെ റാഹത്തായിട്ടാണ് പള്ളിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും സാമ്പത്തിക പ്രയാസം സ്വാഭാവികമായി ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു സാമ്പത്തിക വിഷയത്തിൽ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കണം, സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.